ഈ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ED കൂടുതൽ പിടിമുറുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വീണ്ടും 8 ഇടങ്ങളിൽ EDയുടെ റെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. അതും PA മുഹമ്മദ് റിയാസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെ റെയ്ഡൊക്കെ നടത്തി. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടായിരുന്നു. ഈ മുഹമ്മദ് റിയാസിൻ്റെ EDയുടെ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് തീരുമാനം, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് തീരുമാനം എന്നൊക്കെയുള്ള മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണമൊക്കെ കേട്ടു. ഈ വിഷയത്തിൽ EDയുടെ അടുത്ത നീക്കം അല്ലെങ്കിൽ ED ഫൈൻഡിങ്സ് എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നോക്കൂ, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിനാണ് EDയുടെ അടുത്ത തയ്യാറെടുപ്പ്. വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്ന കാര്യം കൂടി അന്വേഷിക്കാൻ പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദുബായിലേക്ക് കൈമാറിയ 85 ലക്ഷം രൂപയുടെ സ്രോതസ്സും ED പരിശോധിച്ച് വരികയാണ്. ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയാണോ വ്യാജ സിം ഉപയോഗിച്ചതെന്നാണ് സംശയം. വിവരങ്ങളുമായി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു വിദേശത്തേക്ക് പണമിടപാടൊക്കെ നടത്തണമെങ്കിൽ കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത്. അപ്പം അങ്ങനെ ഇരിക്കെ വീണാറ്റ് വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്ന സംശയം ദേശീയ അന്വേഷണ ഏജൻസിക്കുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അപ്പം എന്താണ് EDയുടെ അന്വേഷണത്തിന്റെ പ്രധാനമായിട്ടും കണ്ടെത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പണത്തിന്റെ സോഴ്സ്, ആർക്ക് അയച്ചു, എന്തിനു വേണ്ടി അയച്ചു, ഇക്കാര്യങ്ങളിലാണോ ED ഇനി വ്യക്തത തേടാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു. അതായത് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെമ ചട്ടലംഘനം സംബന്ധിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇനി മുന്നോട്ട് പോകുക. പ്രത്യേകിച്ചും വീണ ടിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കിയിരുന്നു. അതിൽ എക്സാലോജിക് CMRL ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു ഏറെയും ഉണ്ടായിരുന്നത്. 20 കോടിയിലധികം രൂപയുടെ പണമിടപാടുകൾ വീണ ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലായിട്ടുള്ളത്. അതിൽ തന്നെ വീണ ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി കണ്ടെത്തിയെന്നും ആ ഡയറിയിൽ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. മറ്റൊന്ന് ഒരു സിം കാർഡാണ്. അത് വീണ ടിയുടെ പേരിലല്ല, മറ്റൊരാളുടെ പേരിലാണ് ആ സിം കാർഡ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ സിം കാർഡ് ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ഫെമ ചട്ടലംഘനം അവർ ചൂണ്ടിക്കാണിക്കുന്നു. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് വീണ ടി അയച്ചിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയാണ്. വരവിൽ കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാവുന്നതിൽ കൂടുതൽ പണമിടപാടുകളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഔദ്യോഗികമായ വാർത്താക്കുറിപ്പുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പുറത്തിറക്കുന്നത്. പ്രത്യേകിച്ചും വീണ ടിയുടെ മായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നടന്ന ആ പരിശോധനകൾക്ക് ശേഷം ആ വാർത്താക്കുറിപ്പ് ഏറെ പ്രസക്തവുമാണ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി CMRL എക്സാലോജിക് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ വീണ ടി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ കൂടിയാണ്, നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസിലേക്ക് കൂടി, വീണ ടിയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നു എന്നുള്ളതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശോധനകൾ നീണ്ടുപോകുന്നതും. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വാർത്താക്കുറിപ്പുകൾ പുറത്തിറക്കുമ്പോൾ അതിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച, മുൻപ് നമ്മൾക്കറിയാം വീണ ടിയുടെ ഏറെക്കുറെ 20 ലക്ഷത്തോളം രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയതായാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഏറെക്കുറെ 20 കോടിയിലധികം രൂപയുടെ പണമിടപാടുകൾ സംബന്ധിച്ച കണക്കുകളാണ് പുറത്തു വരുന്നത്. സേതു. ഓക്കെ സഹിൻ.